എല്ലാ കൂട്ടുകാർക്കും കൂൾ ഷോർട്സ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫിഷ് ഫ്രൈ ഇഷ്ടപ്പെടാത്തവരായി നമ്മളിൽ ആരും തന്നെ ഉണ്ടാവില്ല. നമ്മൾ പല രീതിയിലും ഫിഷ് ഫ്രൈ ചെയ്യാറുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു ഫിഷ് ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ വീട്ടിൽ സാധാരണ കാണുന്ന കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ടാണ് ഈ അടിപൊളി ടേസ്റ്റിലുള്ള ഫിഷ് ഫ്രൈ തയ്യാറാക്കുന്നത്. നമുക്കിനി ഇതെങ്ങനെ തയ്യാറാക്കണം എന്നുള്ളത് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു ഫിഷ് ഫ്രൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പം എൻ്റെ കയ്യിലുള്ളത് അയക്കുറ മീനാണ്. അത് വെച്ചിട്ടാണ് ഈ റെസിപ്പി കാണിക്കുന്നത്. മീൻ കഷ്ണങ്ങൾ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് മസാലപ്പൊടികളൊന്ന് തേച്ചിട്ട് ഇത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. സാധാരണ നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്ന പൊടികൾ തന്നെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം പ്ലെയിൻ ആയിട്ടുള്ളൊരു മസാലയാണ് ഇതിൽ പുരട്ടി കൊടുക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 ടീസ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇനി ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ മസാലപ്പൊടികളെല്ലാം തന്നെ മീൻ കഷ്ണങ്ങളിൽ നല്ല രീതിയിലൊന്ന് തേച്ച് പിടിപ്പിക്കുക. ഞാനിത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ചുരുങ്ങിയത് അരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഇതിൽ മസാലപ്പൊടികളൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടണം. അതിന് ശേഷം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഞാനിപ്പോൾ അരമണിക്കൂറിന് ശേഷമാണിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ഈ നോൺ വെജ് ഐറ്റംസൊക്കെ കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ യൂസ് ചെയ്യുമ്പോഴാണ് അതിന് നല്ലൊരു ടേസ്റ്റ് ഫീൽ ചെയ്യുക. ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഫ്രൈ ചെയ്തതിന് ശേഷം ആ ഒരു ഓയിൽ തന്നെയാണ് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു മസാല തയ്യാറാക്കുന്നതും. അപ്പോൾ മീൻ കഷ്ണങ്ങൾ അവിടെ കിടന്ന് ഫ്രൈ ആവട്ടെ. ആ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ മസാലക്കൂട്ട് തയ്യാറാക്കണം. ഞാനിപ്പോൾ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കൈപ്പിടിയോളം ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 8 10 വെളുത്തുള്ളി തൊലി കളഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ചെറിയ 2 തക്കാളിയാണ്. തക്കാളി എടുക്കുമ്പോൾ എപ്പോഴും നന്നായി പഴുത്തിട്ടുള്ള തക്കാളി എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ ശ്രദ്ധിക്കുക. ഞാൻ ഈ ഒരു ടൈമിൽ ഇതിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചി കഷ്ണം കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കുമ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഒരല്പം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് അധികമായി പോവേണ്ട. കാര്യം നമ്മൾ ഫിഷ് മാരിനേറ്റ് ചെയ്ത സമയത്ത് അതിലും ഉപ്പ് ചേർത്ത് കൊടുത്തതാണ്. അതുപോലെ 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് സാധാ മുളക് പൊടിയും യൂസ് ചെയ്യുക. എൻ്റെ കയ്യിലുള്ള മുളക് പൊടി അത്യാവശ്യം നല്ല എരിവുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തത്. ഇനി 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1/2 ടീസ്പൂണ് വലിയ ജീരകം പൊടിച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് 1 ടീസ്പൂണ് മല്ലിപ്പൊടിയാണ്. അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഏറ്റവും അവസാനമായിട്ട് 1/4 ടീസ്പൂണ് ഗരം മസാല കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതാ ഈ രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഷ് ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ള മസാലക്കൂട്ട്. അപ്പോൾ മസാല തയ്യാറാക്കുന്ന സമയം കൊണ്ട് മീൻ കഷ്ണങ്ങൾ ഒരു ഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ ഭാഗം കൂടെ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതാ 2 ഭാഗവും ഇത് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇതിന് എണ്ണയിൽ നിന്നും ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ഒരു ഓയിൽ തന്നെയാണ് അടുത്ത സ്റ്റെപ്പ് ചെയ്യണത്. അപ്പോൾ അത് എല്ലാ കഷ്ണങ്ങളും എണ്ണയിൽ നിന്നും കോരി മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി അതേ ഓയിലിലേക്ക് തന്നെ കുറച്ച് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. കറിവേപ്പില ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാലക്കൂട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. മസാലക്കൂട്ട് മുഴുവനായിട്ടും ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതൊന്ന് വെന്ത് വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കണം. ആ ഒരു തക്കാളിയും അതുപോലെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഉള്ളികളുടെയൊക്കെ പച്ചമണം മാറി കിട്ടുന്നത് വരെ നല്ല രീതിയിൽ നിന്ന് വഴറ്റിയെടുക്കുക. ഇതിപ്പോൾ കുറച്ച് ലൂസായിട്ടുള്ളൊരു മസാലയായിട്ടാണ് ഇരിക്കുന്നത്. ഇതിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന ആ ഒരു സ്റ്റേജിലാണ് നമ്മളിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏകദേശം ഒരു 2-3 മിനിറ്റ് നേരത്തേക്കൊന്ന് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അത് കുറച്ചൊക്കെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഒന്നുകൂടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാണ്ട്. ഈ ഒരു ഫിഷ് ഫ്രൈ നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി. അത്രക്കും ടേസ്റ്റാണ്. ഒരു തവണ ഉണ്ടാക്കി കഴിച്ചാൽ നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. അത്രക്കും അടിപൊളിയായിട്ടുള്ളൊരു ഫിഷ് ഫ്രൈ ആണിത്. ഇപ്പോൾ അതിൽ വെള്ളമൊക്കെ വറ്റി കിട്ടിയിട്ടുണ്ട്. എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്.
നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്ത ആ ഒരു ഓയിൽ തന്നെയാണ് ഇതിൻ്റെ മസാല തയ്യാറാക്കിയിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മസാലക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മസാലയ്ക്ക് വേണ്ടിയിട്ട് വേറെ ഓയിൽ എടുക്കരുത്. ഫിഷ് ഫ്രൈ ചെയ്തിട്ടുള്ള ആ ഒരു ഓയിൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. മീൻ കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ആ ഒരു മസാലയിൽ ഈ മീൻ കഷ്ണങ്ങളെ നന്നായിട്ട് തന്നെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ എല്ലാ ഭാഗത്തും മസാല ആവുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഉടഞ്ഞു പോവാതെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്തെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഈ മസാല ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അടച്ച് വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. അടച്ച് വെച്ചിട്ട് വേണം ഇങ്ങനെ ഡ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു ഭാഗം ഒന്ന് ഡ്രൈ ആയി വന്നിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ശേഷം മറ്റേ ഭാഗം കൂടെ ഒന്ന് ഈ മസാലയിൽ നന്നായിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു 30 സെക്കൻഡ് നേരത്തേക്കൊന്ന് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ അതാ ഒരു ഭാഗം ഡ്രൈ ആയി വന്നപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഉടഞ്ഞു പോവാതെ ചെയ്തെടുക്കണം. ഇനി വീണ്ടും ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് മറ്റേ ഭാഗം കൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. അപ്പോൾ എന്നും നമ്മൾ ഒരേ രീതിയിൽ തന്നെ ഫിഷ് ഫ്രൈ ചെയ്ത് കഴിക്കുന്നതിന് പകരം ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് വ്യത്യസ്തമായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും തീർച്ചയാണ്. ഞാനിപ്പോൾ ഇതാ അടച്ച് വെച്ച് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഒരുപാട് സമയമൊന്നും ചെയ്തെടുക്കണ്ട, ഒരു 5-10 സെക്കൻഡ് നേരത്തേക്കൊന്ന് ചെയ്തെടുത്താൽ മതി. എങ്കിൽ തന്നെ അത് റെഡി ആയി കിട്ടും. അപ്പോൾ ഇതാ ഒരു 10 സെക്കൻഡ് നേരത്തിന് ശേഷമാണ് ഞാനിപ്പോൾ അടപ്പ് തുറക്കണത്. ഇപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് തന്നെ ഡ്രൈ ആയി ഈ ഒരു മീൻ കഷ്ണങ്ങളിൽ നല്ല രീതിയിൽ നിന്ന് കോട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള വെറൈറ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ഒരു ഫിഷ് ഫ്രൈക്ക്. ഞാൻ വെറുതെ പറയല്ല, നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ചപ്പാത്തിയുടെ കൂടെയോ അതല്ലെങ്കിൽ ചൂടുള്ള ചോറോ പൊറോട്ടയോ ഏതാണെങ്കിലും സൂപ്പർ കോമ്പിനേഷനാണ് ഈ ഒരു ഫിഷ് ഫ്രൈ. ഇതും കൂട്ടി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ കറികളൊന്നും ആവശ്യമില്ല. മീനിൻ്റെ ഒരു പുറം ഭാഗമൊക്കെ നല്ല രീതിയിൽ തന്നെ മസാലയിൽ കോട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഉൾഭാഗം നല്ല സോഫ്റ്റുമാണ്. ഇതിൻ്റെ ഒരു മസാലയ്ക്ക് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു ഫിഷ് ഫ്രൈയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഇതുപോലുള്ള റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് ചാനലൊന്ന് ഫോളോ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു.